MOMൻ്റെ ആറാമത്തെ സ്റ്റാൻഡേർഡ് ആറാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് MOM NABH സ്റ്റാൻഡേർഡ്സ് MOM 6F 6 സ്റ്റാൻഡേർഡിൻ്റെ 6th ഒബ്ജക്റ്റീവ് എലമെൻറ്റ് റിട്ടേൺ ഓഫ് മെഡിക്കേഷൻസ് ടു ദ ഫാർമസി ഈസ് അഡ്രസ്ഡ്. ഷാറൊക്കെയുണ്ട്. വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു കാര്യമാണിത്. മരുന്നുകൾ ഫാർമസിയിലേക്ക് തിരിച്ചെടുക്കുന്നതിന് ഒരു റിട്ടേൺ ഡോക്യുമെൻറ്റിൻ്റെ ഗൈഡൻസ് നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ കൊടുത്ത മരുന്നുകൾ ഇത്ര ദിവസത്തിനകം കൊണ്ടുവന്നാലാണ് എടുക്കുക. കൊണ്ടുവരുന്ന ബില്ലിലുള്ള മരുന്നിൻ്റെ പേര്, എക്സ്പയറി, ബാച്ച് എല്ലാം കൊണ്ടുവരുന്ന പ്രോഡക്റ്റിൽ സിമിലർ ആയിരിക്കണം. ഫിസിക്കലി വിസിബിൾ ഡാമേജ് ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ. സ്പെഷ്യലായിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മരുന്നുകൾ നമ്മുടെ പെർമിസസിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തിരിച്ചെടുക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഹോർഡിങ്സ്, നമ്മുടെ ഗ്രേപ്സിൻ്റെ ഹോർഡിങ്സ് ഉണ്ട്, ഫാർമസിയുടെ മുമ്പിൽ ഉപയോഗിക്കാവുന്ന ഹോർഡിങ്സ് ഉണ്ട്. ആ ഹോർഡിങ്സിൽ ഇത് ഡിസ്പ്ലേഡ് ആയിരിക്കണം, മനുഷ്യർക്ക് വായിക്കാവുന്ന വിധത്തിൽ. നമ്മുടെ വെബ്സൈറ്റിലും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം കേട്ടോ. ഗ്രേപ്സ് തരുന്ന വെബ്സൈറ്റിൽ, ഇൻ്റഗ്രേറ്റഡ് വെബ്സൈറ്റിൽ തീർച്ചയായിട്ടും ഈ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഗ്രേപ്സിൻ്റെ ഫാർമസി റെസിപ്രൻറ്റിലെല്ലാം തന്നെ ഇത് ഫുഡ് റൈറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, റിട്ടേൺ പോളിസീസ്. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ പേഷ്യൻ്റ് വഴക്കുണ്ടാക്കുമെന്ന പ്രശ്നം അവിടെ മാറിപ്പോകും. പലരും ഇത് നടപ്പിലാക്കാൻ പറയുമ്പോൾ പേഷ്യൻ്റ് വഴക്കുണ്ടാക്കുമെന്ന് പറയുന്നത്, വഴക്കുണ്ടാക്കുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ ഈ മരുന്ന് എടുത്തു വെച്ചാൽ ഇത് ഒരു റോങ് ഡിസ്പെൻസിങ് ആയി മാറും അടുത്ത തവണ. കാരണം അവർ കൃത്യമായി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് മരുന്ന് തിരിച്ചു കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്ക് എന്തുറപ്പാണ്? റിട്ടേൺ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തൊട്ട് തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഉദാസീനത വരുത്തിയിട്ടുണ്ടാവാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. നമുക്കൊരിക്കലും ഉറപ്പില്ല ആ മരുന്നിൻ്റെ ടെമ്പറേച്ചർ കൃത്യമായിട്ട് അത് സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കും. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ സ്പെസിഫിക് ആയിട്ടുള്ള മരുന്നുകൾ നമ്മളൊരു കാരണവശാലും തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞിട്ട്. എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെയിൽ ചെയ്ത് ഉടൻ തിരിച്ചെടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. റിട്ടേൺ സോഫ്റ്റ്വെയറിലല്ല അത് ബ്ലോക്ക് ചെയ്യേണ്ടത്. കണ്ടീഷൻസ് നമ്മൾ ചെയ്യേണ്ടത് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് വേണം. നമുക്കവിടെ ഇൻക്ലൂഷൻ, എക്സ്ക്ലൂഷൻ, ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ടാവണം. റിട്ടേൺ ചെയ്യാൻ പാടുള്ളതോ റിട്ടേൺ എടുക്കാവുന്നതോ ആയ മരുന്നുകളുടെ ലിസ്റ്റ് ഉണ്ടാവണം. അതിൻ്റെ മാനദണ്ഡം അനുസരിച്ചായിരിക്കണം റിട്ടേൺ മാനേജ് ചെയ്യേണ്ടത്. ഇതിനൊരു ഗൈഡ് ലൈൻസ് നമ്മുടെ ആശുപത്രിയിലോട്ടാണ്. സോറി. അപ്പോൾ നമ്മുടെ MOM 6F പറയുന്നത് റിട്ടേൺ ഓഫ് മെഡിക്കേഷൻസ് ടു ദ ഫാർമസി ഈസ് അഡ്രസ്ഡ് ഇൻ എ റിട്ടേൺ ഗൈഡ് ലൈൻസ് എന്നതാണ്. നമുക്ക് അതോടുകൂടി ഒരു മെഡിസിൻ ഡിസ്പെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് കഴിഞ്ഞ് അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് നോക്കാം. മെഡിക്കേഷൻസ് ആർ അഡ്മിനിസ്ട്രേറ്റഡ് സേഫ്ലി എന്നതാണ് അടുത്ത സ്റ്റാൻഡേർഡ്. അതിലേക്ക് വരാം.